ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ വ്യത്യസ്തമായ ഒരു ചിത്രം ഞാൻ അവിടെ കണ്ടു. ആ ചിത്രം ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് ആ കമ്പനി നടത്തുന്ന ആൾ ചോദിച്ചു, എന്താണ് ഈ ചിത്രത്തിൽ കാണുന്നത്? ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒത്തിരി മീനുകൾ വെള്ളത്തിലൂടെ ഇങ്ങനെ നീന്തുകയാണ്. 100 കണക്കിന് മീനുകൾ വെള്ളത്തിലൂടെ നീന്തുന്ന ഒരു ചിത്രമാണ് അതിനകത്തുള്ളത്. ശ്രദ്ധിച്ചു നോക്കിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഈ 100 കണക്കിന് മീനുകൾ നീന്തുന്ന കൂട്ടത്തിൽ ഒരു മീൻ നേരെ എതിർവശത്തേക്ക് ഓപ്പോസിറ്റായിട്ട് നീന്തുകയാണ്. ഞാൻ അതാണ് ചൂണ്ടിക്കാണിച്ചത്. ഈ മീനിനെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം അപ്രീഷിയേറ്റ് ചെയ്ത് പറഞ്ഞു, എക്സലൻറ്റ്. ഒരു ക്യാപ്ഷൻ അവിടെ എഴുതിയിട്ടുണ്ട്, ഒഴുക്കിനെതിരെ നീന്തുക. ജീവിതത്തിൽ എല്ലാവരും പോകുന്നത് പോലെ, എല്ലാവരും ചെയ്യുന്നത് പോലെ നാം ചെയ്യണമെന്നില്ല. ഒഴുക്കിനെതിരെ നീന്താനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന ആയുസ്സിലും ആരോഗ്യത്തിലും ലോകത്തിനും ലോകത്തിൻ്റെ യാത്രകൾക്കും അനുരൂപപ്പെട്ടു പോകാതെ വ്യത്യസ്തമായി ചിന്തിക്കാൻ നാം തയ്യാറാകുക. ഒഴുക്കിനെതിരെ നീന്തുക. കൂടുതൽ ആളുകൾ അത് പറയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കേണ്ട കാര്യമില്ല. ദൈവം നമുക്ക് തരുന്ന കാഴ്ചപ്പാടുകൾ മുറുകെ പിടിക്കണം. അതുതന്നെയാണല്ലോ കാലേബും ജോഷുവയും ചെയ്തത്. ദേശം ഉറ്റുനോക്കാനായി മോശ അയച്ച ഗോത്രത്തിൽ നിന്നുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 12 പേർ. 12 പേരിൽ 10 പേരും ദേശം കൈവശമാക്കാൻ കഴിയത്തില്ല, കനാൻ ദേശം നമുക്ക് ലഭിക്കത്തില്ല, പിടിച്ചെടുക്കാൻ കഴിയത്തില്ല, തടസ്സങ്ങൾ വളരെയാണ്, മല്ലന്മാരാണ്, അനാക്യരുണ്ട് എന്നൊക്കെ പറയുമ്പോഴും 2 പേര് പറയുന്നു നമുക്കത് നേടിയെടുക്കാം. കാലേബ് ഒപ്പം യൗവനക്കാരനായ യോശുവയും. കാലേബ് എന്ന് പറയുന്ന അല്പം പ്രായമുള്ള ആളായിരുന്നു. കാലേബിൻ്റെ കൂടെ യോശുവയും ചേർന്ന് നിന്നു. ബാക്കി 10 പേരും അസാധ്യമെന്ന് വിധി എഴുതി. എന്നാൽ ഈ 2 പേര് സാധ്യമെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ദൈവം അവരുടെ കൂടെ ചേർന്ന് നിന്നു. ഈ 2 പേരാണ് കുറച്ച് വിശ്വസിച്ചത്. പ്രശ്നമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും വാഗ്ദത്ത കനാനിലെത്താൻ കഴിയുമെന്ന്. സാഹചര്യമെല്ലാം അനുകൂലമായോണ്ടല്ല, നമ്മുടെ പ്രതീക്ഷ വാഗ്ദത്ത കനാനാണ്. അതിൽ കുറഞ്ഞ ഒരു പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകരുത്. പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഒക്കെ വരുമ്പോഴും പിന്തിരിഞ്ഞു പോകേണ്ട, അവിശ്വസിക്കേണ്ട. ദൈവമാണ് നിങ്ങളെ വിളിച്ചത്. വിശ്വാസത്തിൽ സ്ഥിരതയോടെ മുൻപോട്ട് പോവുക. വിളിച്ചവൻ വിശ്വസ്തനാണ് എന്ന് പൗലോസ് പറയുന്ന വാക്ക് എടുത്തു പറഞ്ഞു പറയണം. എൻ്റെ കർത്താവ് വിശ്വസ്തന, എന്നെ വഴിയിൽ ഇട്ടേച്ചു പോകത്തില്ല, എന്നെ അക്കരെ എത്തിക്കും. പ്രത്യാശ കൈവിടരുത്, പ്രതീക്ഷ കൈവിടരുത്. ഈ ലോകത്തിലെ നാം ഇന്ന് ചുറ്റും കാണുന്ന പലതിലുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനപ്പുറത്ത് കനാൻ്റെ പ്രതീക്ഷ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ പ്രത്യാശ ഉണ്ടാകണം. മുറുകെ പിടിക്കണം. പ്രശ്നങ്ങളും പ്രതിസന്ധിയും മല്ലന്മാരും അനാക്യരും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിലും എൻ്റെ കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പുണ്ടാകണം. അതെ, നമ്മൾ ഒഴുക്കിന് എതിരെ നീന്തുന്നവരാണ്. അസാധ്യമെന്ന് ലോകം വിധി എഴുതുമ്പോൾ സാധ്യമെന്ന് നമ്മൾ പറയും. എങ്ങനെ? എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും, അവൻ എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അങ്ങനെ വിശ്വസിക്കുന്നവരിൽ ദൈവപ്രവൃത്തി ഉണ്ടാകും. അതെ, ഇന്ന് നമ്മുടെ വിശ്വാസം ഒന്നുകൂടെ വർദ്ധിക്കട്ടെ. പിന്തിരിഞ്ഞു പോകേണ്ട, പിന്തിരിഞ്ഞു നോക്കേണ്ട, മുൻപിലേക്ക് തന്നെ യാത്ര ചെയ്യാം. ദൈവം കൂടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988022197 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.